മലങ്കര സഭയുടെ പ്രത്യാശയും പ്രതീക്ഷയും പ്രകാശവുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി, അഭിവന്യരായ പിതാക്കന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, മലങ്കര അസോസിയേഷൻ പ്രതിനിധികളെ, ഈ സമ്മേളനം ഇവിടെയും ആഗോളതലത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. മാർത്തോമൻ പൈതൃക സ്മൃതി പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ നവതി സ്മൃതി 1934 ഭരണഘടനയുടെ സ്മൃതി 1934 ഡിസംബർ 26 നമ്മളിരിക്കുന്ന ഈ പവിത്രമായ അങ്കണത്തിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ സ്മൃതി. ഈ പവിത്രവും ധന്യവും ശ്രേഷ്ഠവുമായ നിമിഷത്തിൽ നമ്മുടെ പൂർവിക പിതാക്കന്മാരെ സ്മരിച്ച് വേദപഠനത്തിനായി ഒരുങ്ങുന്നത് സങ്കീർത്തനത്തിൽ നിന്നും ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ്. 25-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. 25-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം: യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. പുതിയ ഒരു പരിഭാഷ ഇങ്ങനെയാകുന്നു: സർവേശ്വരൻ്റെ ഉടമ്പടിയും കൽപ്പനകളും പാലിക്കുന്നവരെ സുസ്ഥിര സ്നേഹത്തിലും സത്യത്തിലും അവിടുന്ന് വഴി നടത്തും. ഈ പവിത്രമായ നിമിഷത്തിൽ നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ സഭയുടെ ദേശീയതയ്ക്കും സ്വാതന്ത്ര്യത്തിനും അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമൊക്കെ അക്ഷീണമായി യത്നിച്ച, നിയമം സംരക്ഷിച്ച, പരിപാലിച്ച എല്ലാ പൂർവ്വ പിതാക്കന്മാരുടെയും മുന്നിൽ ശിരസ് നമിക്കുകയാണ്. ദാവീദ് എഴുതിയ ശരണ സങ്കീർത്തനമാണ് 25-ാമത്തെ സങ്കീർത്തനം. 22 വാക്യങ്ങൾ മാത്രമേ ഈ സങ്കീർത്തനത്തിനുള്ളൂ. 7 വാക്യങ്ങൾ വഴി 21 ദർശനങ്ങളും 22-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥനയും അവതരിപ്പിച്ചാണ് ഈ സങ്കീർത്തനം സമാപിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ഭാഗം രക്ഷിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. 8 മുതൽ 14 വരെയുള്ള ഭാഗം നീതിമാനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. 15 മുതൽ 21 വരെയുള്ള ഭാഗം സഹായകനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു. 22-ാമത്തെ വാക്യം ഒരു പ്രാർത്ഥനയാണ്: ദൈവമേ, ഇസ്രയേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. ദൈവമേ, ഇസ്രയേലിനെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. നീതിമാനായ ദൈവം നിയമം പാലിക്കേണ്ടതിൻ്റെ കാര്യം ജനതയെ പഠിപ്പിക്കുകയാണ്. നിയമം പാലിക്കുക, നിയമം സംരക്ഷിക്കുക, നിയമം നടപ്പാക്കുക എന്നീ ധർമ്മങ്ങൾ ദൈവം പഠിപ്പിക്കുന്ന വേദഭാഗമാണ്. പ്രത്യേകിച്ച് സങ്കീർത്തന വേദഭാഗങ്ങൾ പരിശോധിക്കാമെങ്കിൽ നിയമവും സാക്ഷ്യവും വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തന ഭാഗങ്ങൾ മാറി മാറി നമ്മൾ നോക്കാമെങ്കിൽ ഒരു അർത്ഥം വരുന്ന അനേക പദങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നിയമങ്ങൾ, സാക്ഷ്യങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, പ്രമാണങ്ങൾ. ഞാനൊരു വാക്കുകൂടി കൂട്ടിച്ചേർത്താൽ ഭരണഘടന. വളരെ കൃത്യമായി ദൈവജനം ദൈവത്തിൻ്റെ നിയമം എങ്ങനെ പരിപാലിക്കണമെന്ന് അസന്ധിഗ്ധമായി അവതരിപ്പിക്കുന്ന, പ്രകാശം പരത്തുന്ന രേഖകൾ അനവധിയായി വിശുദ്ധ വചനത്തിൽ നമുക്ക് കേൾക്കുവാനും വായിക്കുവാനും കഴിയും.
ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു രാജ്യം, ഒരു സംഘടന ഭരിക്കപ്പെടുന്നതിനുള്ള ഒരു കൂട്ടം അടിസ്ഥാന തത്വങ്ങളും പ്രഖ്യാപിത കീഴ്വഴക്കങ്ങളുടെയും ചേർത്ത് പറയുന്ന പേരാണ് ഭരണഘടന. ആ സ്ഥാപനം, ആ സംഘടന ഉണ്ടാകുന്നത് ഈ ചട്ടങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴാണ്, കൂട്ടി വായിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഭരണഘടന എന്ന് പറയുന്നത് നിയമവും സാക്ഷ്യവുമാണ്. അത് രാജ്യത്തിനുണ്ടാവണം, അത് സഭയ്ക്കുണ്ടാവണം, അത് കുടുംബങ്ങൾക്കുണ്ടാവണം. ഈ നിയമവും ചട്ടവും അനിവാര്യമാണ്, എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാകണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. 25-ാം സങ്കീർത്തനം ദൈവത്തോടുള്ള ശരണമാണ്, ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ജീവിതത്തെ പരുവപ്പെടുത്തുവാനും രൂപപ്പെടുത്തുവാനും പ്രകാശപൂരിതമാക്കുവാനുമുള്ള വഴികൾ അന്വേഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് 25-ാം സങ്കീർത്തനം 4-ാമത്തെ ഭാഗത്ത് പറയുന്നത്, യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ദാവീദിൻ്റെ ഈ പ്രാർത്ഥന ഈ സ്മൃതി സംഗമത്തിൽ അന്വർത്ഥമായി തീരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ പുണ്യ പൂർവിക പിതാക്കന്മാരുടെ പവിത്രമായ പാദമുദ്രകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ പുണ്യഭൂമികയിൽ നമ്മൾ നിൽക്കുമ്പോൾ യഹോവയുടെ നിർദ്ദേശങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ദാവീദ് അവതരിപ്പിക്കുന്നത്. ഈ സമയത്ത് ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എങ്ങനെയാണ് പാലിക്കേണ്ടത് എന്ന് അവതരിപ്പിക്കുകയാണ്. 2 പ്രധാന ആശയങ്ങൾ പറഞ്ഞ് ഈ ധ്യാനം ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൻ്റെ പാതകൾ സുസ്ഥിര സ്നേഹത്തിലേക്കും കരുണയിലേക്കും നയിക്കുന്നു. ദി പാത്സ് ഓഫ് ദ ലോർഡ് ലീഡ് ടു ദ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ആൻഡ് മെഴ്സി. യഹോവയുടെ നിയമങ്ങൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, ശാസനങ്ങൾ, അനുശാസനങ്ങൾ, വിധി തീർപ്പുകൾ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയുകയാണ്, സ്റ്റെഡ്ഫാസ്റ്റ് ലവ്, സുസ്ഥിരമായ സ്നേഹം. അതിൻ്റെ മറ്റൊരു ഭാവമാണ് മേഴ്സി, കാരുണ്യം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. വളരെ കൃത്യമായി വേദപുസ്തകത്തിൽ ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴി ദയ നിറഞ്ഞതാണ്, ദൈവത്തിൻ്റെ വഴി സ്നേഹം നിറഞ്ഞതാണ്, ദൈവത്തിൻ്റെ വഴി കാരുണ്യം നിറഞ്ഞതാണ്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു നിയമം, ഒരു പുതിയ കൽപ്പന നമുക്ക് തരുന്നു. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതേ ആശയം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 14-ലും പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാകും. നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നമ്മൾ അനുസരിക്കുമ്പോൾ സുസ്ഥിരമായ സ്നേഹത്തിൽ നിറയുക എന്നാണ് അവതരിപ്പിക്കുന്നത്. യേശുദമ്പുരാനോടൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ കൂട്ടുകാരൻ ആരാണ്? ഈ ചോദ്യത്തിന് ക്രിസ്തു ഒരു കഥ പറഞ്ഞാണ് അവതരിപ്പിച്ചത്. നമുക്കറിയാം നല്ല ശമരിയാക്കാരൻ്റെ കഥ. മുറിവേറ്റവനോട് കരുണ കാണിച്ചവനാണ് എൻ്റെ കൂട്ടുകാരനെന്ന് യേശുദമ്പുരാൻ പ്രഖ്യാപിക്കുന്നതാണ്. ഇതാണ് സുസ്ഥിരമായ സ്നേഹം. കരുണയിലേക്കുള്ള തീർത്ഥാടനമാണിത്, സ്നേഹത്തിലേക്കുള്ള തീർത്ഥാടനമാണിത്. നമ്മുടെ സഭ ഇപ്പോൾ ആഗോളതലത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രശംസ നേടിയിരിക്കുകയാണ്. നമ്മുടെ പിതാവ് പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവാതിരുമേനയുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭ ആരംഭിച്ചിരിച്ചിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. മുറിവേറ്റവരെ താങ്ങിയെടുക്കുന്നു, നീതി നിഷേധിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നു, ശബ്ദം നഷ്ടപ്പെട്ടവർക്ക് ശബ്ദമായിത്തീരുന്നു. ഇതാണ്
ഈ മനോഹരമായ ആശയം സുസ്ഥിര സ്നേഹത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് സഭയോടുള്ള സ്നേഹം, ദൈവവചനത്തോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, സമൂഹത്തോടുള്ള സ്നേഹം, അത് മതാതീതമായ കാരുണ്യമായി തീരണം. പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് നടത്തുന്ന കർമ്മ പദ്ധതികൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിന് ഒരു സാമൂഹിക മുഖം നൽകുന്നതാണ്. ഓർത്തഡോക്സ് വേദശാസ്ത്രത്തെയും സാമൂഹിക ശാസ്ത്രത്തെയും സമന്വയിപ്പിക്കുന്ന പുതിയൊരു സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് മതാതീതമായ കാരുണ്യത്തിൻ്റെ ആധ്യാത്മികതയാകുന്നു. അതാകുന്നു സുസ്ഥിര സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുഭവം. ദൈവവചനവും നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുമ്പോൾ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ കാരുണ്യ പ്രവർത്തികളുടെ അനുഭവമാണ് എന്ന് ഓർത്തിരിക്കണം. ഈ വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടാമതായി നൽകുന്ന സന്ദേശം ദൈവവചനത്തിൻ്റെ പാതകൾ വിശ്വസ്തതയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നു. The paths of the Lord lead to faithfulness and truth. ഇന്നത്തെ ലോകത്തെക്കുറിച്ച് നമുക്കറിയാം, സത്യാനന്തര ലോകമാണ്. സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല. സത്യത്തെ പ്രതീതിവൽക്കരിക്കുകയാണ്, സത്യമാണെന്ന് തോന്നിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന വാർത്താ വക്രീകരണങ്ങൾ, വസ്തുതകളുടെ തമസ്കരണം, ഇത്തരം സാഹചര്യത്തിലാണ് പറയുന്നത് ദൈവത്തിൻ്റെ പാതകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ വിശ്വസ്തതയിലേക്കും സത്യത്തിലേക്കും നയിക്കുന്നതാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാർത്തോമൻ പൈതൃകത്തിൽ നമ്മൾ ആവേശം കൊള്ളാം. മാർത്തോമൻ പൈതൃകം നന്മയുടേതാണ്, സത്യത്തിൻ്റെതാണ്, ധർമ്മത്തിൻ്റെതാണ്, നീതിയുടേതാണ്. നമ്മുടെ പൂർവിക പിതാക്കന്മാർ അശ്രാന്തം കാത്ത് സംരക്ഷിച്ച ആ മാർത്തോമൻ പൈതൃകത്തിൻ്റെ നന്മ, ആ മാർത്തോമൻ പൈതൃകത്തിൻ്റെ പ്രകാശം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പാതകൾ വിശ്വസ്തതയിലേക്കും സത്യത്തിലേക്കും നയിക്കുവാനായിട്ട് കഴിയുന്നത്. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനിയുടെ നവതി നമ്മൾ ഓർക്കുകയാണ്. ചരമ നവതി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പ്രസംഗങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ഉജ്ജ്വലമായ പ്രഭാഷണമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഒന്നാന്തരമാണ്. അതിൽ അദ്ദേഹം ആവർത്തിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സത്യത്തിനും നീതിക്കും തത്വത്തിനും നിലനിൽക്കണം. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ, ഭരണഘടന പരിപാലിക്കുന്നെങ്കിൽ, രാജ്യത്തിൻ്റെ നിയമം പരിപാലിക്കുന്നെങ്കിൽ, ദൈവ വചനത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ സത്യത്തിനും നീതിക്കും തത്വത്തിനും നമ്മൾ ചേർന്ന് നിൽക്കുവാൻ കഴിയണം. അപ്പോൾ നിയമങ്ങളെ വക്രീകരിക്കപ്പെടുവാൻ നമുക്ക് അവകാശമില്ല. ദൈവിക നിയമങ്ങളും സഭാ നിയമങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വലിയൊരു ആത്മീയ അനുഭവം നമുക്ക് ലഭിക്കും. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി സത്യത്തിനും വിശ്വസ്തതയ്ക്കും വേണ്ടി നിലനിന്ന എത്രയോ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ, സ്വകാര്യ എഴുത്തുകളിൽ, പ്രസംഗങ്ങളിൽ, ലേഖനങ്ങളിൽ, സ്വകാര്യ ലേഖനങ്ങളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന 4 വാക്കുകളുണ്ട്. സഭയെക്കുറിച്ച് മലങ്കര സഭയിൽ ഐശ്വര്യവും സ്വാതന്ത്ര്യവും ഐക്യവും സമാധാനവും ഉണ്ടാകണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്കാണ് ഐശ്വര്യവും. മലങ്കര സഭയിൽ ഐശ്വര്യവും സ്വാതന്ത്ര്യവും ഐക്യവും സമാധാനവും ഉണ്ടാവണം. ഇത് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ വലിയ സ്വപ്നമായിരുന്നു. പരിശുദ്ധ തിരുമേനി അവതരിപ്പിച്ച ഭരണഘടനയോടും സഭാ നിയമങ്ങളോടും വിശ്വസ്തയോടുമൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കേണ്ടതാണ്. സങ്കീർത്തനം 85-ന്റെ 10-ാമത്തെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. വളരെ മനോഹരമാണ്. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു.
നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. 1934 എൻ്റെ മനോമുകുരങ്ങളിൽ ഞാൻ കാണുകയാണ് നീതിയും സമാധാനവും ചുംബിക്കുന്നതിനുള്ള പ്രാമാണിക രേഖ അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുകയാണ്. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഈ പുണ്യമുഹൂർത്തത്തിൽ നമുക്കിത് ഏറ്റെടുക്കുവാനായിട്ട് കഴിയുമോ? വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ് യുവാൽ നോഹ ഹരാരി. 4 വലിയ പുസ്തകങ്ങളുണ്ട്. ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് നെക്സസ്. അതിൽ അദ്ദേഹം പറയുന്ന 3 ദർശനങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഓരോ സമ്മേളനങ്ങളിലും ഓരോ കാലഘട്ടത്തിലും 3 കാര്യങ്ങൾ ചിന്തിക്കണം. നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ്. ഭൂതകാലത്തെ മനസ്സിലാക്കുക. ഇവിടെ ഇരുന്നു കൊണ്ട് 1934 34 മുതൽ 2024 വരെ നമ്മൾ സഞ്ചരിച്ച പാദമുദ്രകൾ, പൂർവികർ കടന്നുപോയ ആ പീഡനങ്ങൾ, സഹനങ്ങൾ നമ്മൾ സ്മരിക്കുക. ഭൂതകാലത്തെ മനസ്സിലാക്കുക. ടു അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ്. 2, കൺഫ്രണ്ട് ദ പ്രസന്റ്. വർത്തമാനകാലത്തെ അഭിമുഖീകരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അഭിസന്ധികൾ, പോരാട്ടങ്ങൾ, വക്രീകരണങ്ങൾ, തമസ്കരണങ്ങൾ, നിഷേധങ്ങൾ, പാർശ്വവൽക്കരണങ്ങൾ ഇതൊക്കെ സംഭവിക്കാം. വർത്തമാനകാലത്തെ അഭിമുഖീകരിക്കുവാനുള്ള ആർജവം, ചൈതന്യം, തേജസ്, ആത്മീയ ശക്തി നമുക്ക് നേടുവാൻ കഴിയണം നമ്മുടെ പൂർവികരെ പോലെ. യുവൽ നോഹ ഹരാരി പറയുകയാണ് 3, പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ. ഭാവിക്കായി തയ്യാറെടുക്കുക. ഭാവിക്കായി തയ്യാറെടുക്കുക. 2024 ഡിസംബർ 26 നമ്മൾ ഇവിടെ സമ്മേളിക്കുമ്പോൾ ഈ സമ്മേളനം 1934 ഡിസംബർ 26 സ്മരണ മാത്രമല്ല, ഭാവിക്കായി നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ ഒരു ആലോചനയാണ്. 10 വർഷങ്ങൾ കഴിയുമ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് നിശ്ചയിക്കുവാൻ കഴിയുകയില്ല. 2034 ഈ ഭരണഘടനയുടെ ശതാബ്ദി ആഘോഷം നടക്കുവാൻ പോവുകയാണ്. നമുക്ക് ഈ വലിയൊരു ദർശനം, ഭാവിക്കായി സ്വപ്നങ്ങൾ കണ്ട് ഭാവിക്കായി നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയുമോ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ കൃത്യമായിട്ട് പറയുന്നത്, യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയുടെയും സത്യത്തിൻ്റെതുമാകുന്നു. അവൻ്റെ പാതകളൊക്കെയും സുസ്ഥിര സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെതുമാകുന്നു. യഹോവ വഴി നടത്തും എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ ധ്യാനം അവസാനിക്കുമ്പോൾ ഒരു 4 ചിന്തകൾ, ആക്ഷൻ പ്ലാൻസ് ഈ പറഞ്ഞത് ഞാൻ ചുരുക്കി പറയുകയാണ്. 1, അടിയുറച്ച വിശ്വസ്തതയിൽ ജീവിക്കണം. നമ്മുടെ പ്രതിജ്ഞ ഇതാണ്. മലങ്കര സഭയോടുള്ള വിശ്വസ്തതയിൽ എൻ്റെ ജീവിതത്തെ ഞാൻ രൂപപ്പെടുത്തും, ദൈവത്തോടുള്ള വിശ്വസ്തതയോടൊപ്പം. 2, അചഞ്ചലമായ സ്നേഹത്തിൽ നിറയണം. ദൈവവചനത്തോടൊപ്പം മലങ്കര സഭയിൽ സുസ്ഥിര സ്നേഹം യാഥാർത്ഥ്യമാക്കുവാൻ എനിക്ക് കഴിയണം. 3, അനവരതം സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിയണം. മലങ്കര സഭയിൽ സത്യത്തിന് മാത്രം സാക്ഷികളായി ജീവപര്യന്തം നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. 4, അനശ്വതമായ കാരുണ്യ വർഷങ്ങൾക്ക് നേതൃത്വം നൽകണം. അനശ്വതമായ കാരുണ്യ വർഷം എന്ന് പറയുമ്പോൾ അത് മതാതീതമായ കാരുണ്യ ദർശനം ഈ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയണം. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധ ബാവാ തിരുമനസ്സിനുള്ള ആദരവും ഭക്തിയും വിനയവും ആദരപൂർവം സമർപ്പിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ. കാരുണ്യവാനായ ത്രിയേക ദൈവമേ, ഈ സംഗമത്തെ അനുഗ്രഹിക്കണമേ. പൂർവ സൂരികളായ എല്ലാ പിതാക്കന്മാരെയും എല്ലാ അൽമായരെയും നന്ദിയോടെ ഓർക്കുന്നു. സത്യത്തിനും നീതിക്കും തത്വത്തിനും പക്ഷം ചേർന്ന്
മലങ്കര സഭയിൽ ഐശ്വര്യവും സ്വാതന്ത്ര്യവും ഐക്യവും സമാധാനവും ഉണ്ടാകുവാൻ സഹായിക്കണമേ. ദൈവ കൽപ്പനകളും ദൈവ നിയമങ്ങളും പാലിക്കുന്ന ഞങ്ങളെ സുസ്ഥിര സ്നേഹത്തിലും സത്യത്തിലും വഴി നടത്തണമേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ. ആമീൻ. മനോഹരമായ ധ്യാന ചിന്തകളിലൂടെ